നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ അമേരിക്ക ശ്രമിക്കുന്നു. അത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞ് അപ്രതീക്ഷിതമായി റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം? ഞാൻ കണ്ടു അത്. റഷ്യയുടെ വക്താവ് മരിയ സഖറോവ വളരെ ശക്തമായിട്ട് അമേരിക്കയെ വിമർശിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് അമേരിക്ക ഇടപെടുന്നു. തെരഞ്ഞെടുപ്പ് നിൽക്കട്ടെ, അവരുടെ ഫസ്റ്റ് പോയിൻ്റ് പത്വന്ത് സിംഗ് പന്നു, അയാളെ കൊല്ലാൻ ഇന്ത്യ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെളിവുമില്ലാത്ത ബോഷ്കൊക്കെ അമേരിക്ക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനാവശ്യമായിട്ട് ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. ഇന്ത്യയുടെ പല പോളിസികളെയും അമേരിക്ക വിമർശിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇപ്പോൾ റഷ്യ പറയാനായിട്ട് എന്താ ഉണ്ടായത്? അവർ തമ്മിൽ ശത്രുതയിലാണ് റഷ്യ അമേരിക്ക. ഇന്ത്യക്ക് രണ്ടു കൂട്ടരോടും നല്ല ബന്ധമാണ്. ഉക്രൈൻ പ്രശ്നത്തിലാണ് പ്രധാനമായിട്ടും അവർ തെറ്റിയിരിക്കുന്നത്. എന്നാൽ വട്ടമുടക്കി നാശമായിട്ടൊന്നുമില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല, ഗ്യാസ് വാങ്ങുന്നില്ല എന്ന് യൂറോപ്പ് തീരുമാനിച്ചു. അതല്പം കോസ്റ്റ്ലി തീരുമാനമാണ്. കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങളും ജീവിക്കുന്നത്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത്, റഷ്യയിലെ ഗ്യാസ് കൊണ്ട് ഹീറ്റിംഗ് ഏർപ്പാടൊക്കെ ചെയ്തിട്ടാണ് അവരുടെ ജീവിതം. അപ്പോൾ അത് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. പക്ഷേ അവരതെടുത്തു. മറ്റു രീതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് റഷ്യയിൽ നിന്ന് എടുക്കുകയൊക്കെ ചെയ്തു. എക്കണോമിക് എംബാർഗോ പ്രഖ്യാപിച്ചു റഷ്യക്കെതിരെ. ഇന്ത്യ അത് വകവച്ചില്ല. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് റുപ്പി ട്രേഡിൽ ഇന്ത്യ ഓയിൽ വാങ്ങിച്ചു. ഓയിൽ വാങ്ങിച്ച് ക്രൂഡ് വാങ്ങിച്ചിട്ട് പുറംകടലിൽ വെച്ച് തന്നെ അമേരിക്കൻ കമ്പനികൾക്ക് വിറ്റു. അമേരിക്കൻ സർക്കാരല്ലേ എണ്ണ വേണ്ട എന്ന് പറയുന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ ക്രൂഡ് വാങ്ങാമല്ലോ. റഷ്യയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇന്ത്യയുടെയാണ്. ഇന്ത്യയുടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു. ഇത് കൂടാതെ റഷ്യൻ ക്രൂഡ് കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് അതും നമ്മൾ അമേരിക്കയിലേക്ക് കൊടുത്ത് കാശ് മാറി കുറേ നമ്മുടെ ആവശ്യത്തിന് എടുത്തു. ബോൾഡായിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത്. ആദ്യമായിട്ടാണ് അമേരിക്ക പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ, എന്നാൽ എതിർക്കാൻ പോലും പോകാതെ. ഇതും പറഞ്ഞില്ല, വി ഡോണ്ട് കെയർ ഫോർ യു എന്നും പറഞ്ഞില്ല. ഒരക്ഷരം വേണ്ടിയില്ല. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. ഇതിന് സമാനമായ ഒരു സംഗതി എനിക്ക് ഓർമ്മ വരുന്നത്, ഇറാഖ് യുദ്ധം നടന്നപ്പോൾ ഇറാഖിലും ഇതുപോലെ എംബാർഗോ, എക്കണോമിക് സാങ്ഷൻസ്. ശ്രീലങ്ക ഒരു കപ്പൽ തേയില ഇറാഖിലേക്ക് വിടാൻ തീരുമാനിച്ചു. അപ്പോൾ അമേരിക്ക പറഞ്ഞു വിടരുത്, കപ്പൽ മുക്കിക്കളയുന്നു. ശ്രീലങ്ക പറഞ്ഞു മുക്കുന്നെങ്കിൽ മുക്കിക്കോ, ഞങ്ങൾ ചെറിയൊരു രാജ്യമാണ്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. ഞങ്ങൾ കോൺട്രാക്റ്റ് എടുത്ത് കാശും മേടിച്ചു സദ്ദാം ഹുസൈൻ്റെ. എന്നിട്ട് പിന്നെ തേയില കൊടുക്കില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾ ആ കപ്പലിൽ നിറച്ച് തേയില അങ്ങോട്ട് വിടുകയാണ്. മുക്കേണ്ടവർ മുക്കിക്കോ, പൊക്കേണ്ടവർ പൊക്കിക്കോ. എന്ത് ചെയ്യും? അമേരിക്ക ശ്രീലങ്കയുടെ കപ്പൽ മുക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാണക്കേടാർക്കാം. അമേരിക്കയ്ക്ക് തന്നെയാണ്. അപ്പോൾ അമേരിക്ക ഒന്നും ചെയ്ത് തേയില ശ്രീലങ്ക കൊണ്ടുപോയി ഇറക്കുകയും ചെയ്തു. ഇതുപോലെ ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നു. അതിനകത്ത് ഒരു കടുപ്പപ്പെട്ട നിലപാടെടുത്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഡയസ്പോറ വിത്തിൻ US ഒരുപാടുണ്ട്, ഭയങ്കര പവർഫുള്ളുമാണ് അവരുടെ ലോബിയിങ് അത് ഇതൊക്കെ. അപ്പോൾ അമേരിക്കയ്ക്ക് സാരമായിട്ട് ഇന്ത്യയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? അത് 2 ആഴ്ച മുമ്പ് സംഭവിച്ചതാണ്. നീ മുടിഞ്ഞു പോകൂടാ പണ്ടാറക്കാലം എന്ന് പറഞ്ഞിട്ട് നിരാശരായി കഴിയുമ്പോൾ പ്രാകൂല. ഇതുപോലെ ജോ ബൈഡൻ പ്രാഗി. ഇന്ത്യ, റഷ്യ, ജപ്പാൻ ഇവരൊക്കെ സെനഫോബിക്കാണ്, രാഷ്ട്രഭ്രാന്തൻ എന്ന അർത്ഥമാണ്. എനിക്ക് വാസ്തവത്തിൽ ആ പ്രയോഗം ഇഷ്ടപ്പെട്ടു. ഞാൻ ഭാരതത്തിലെ പൗരന്മാർ സെനഫോബിക് ആകണം എന്നാഗ്രഹിക്കുന്നവനാണ്. സെനഫോബിയ അത്ര സുഖമുള്ളൊരു വികാരമല്ല. ഈ രാജ്യസ്നേഹം മൂത്ത് ഭ്രാന്താവുന്ന ഒരവസ്ഥ. പക്ഷേ ഈ രാജ്യദ്രോഹത്തിന് അല്ലെങ്കിൽ രാജ്യമൊന്നും അല്ല എന്ന് വിചാരിച്ച് ഉഴപ്പി നടക്കുന്ന ആളുകളെ ഒരല്പം ഭ്രാന്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നോർമലിലെങ്കിലും എത്തും. നമ്മൾ ഈ കലണ്ടർ ഇങ്ങനെ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വിൽക്കുമല്ലോ കടയിൽ. നമ്മൾ ഈ കലണ്ടർ നേരെയാക്കാൻ എന്താ ചെയ്യുന്നത്? തിരിച്ചു ചുറ്റും. തിരിച്ചു ചുറ്റിക്കഴിഞ്ഞ് വിട്ട് കഴിയുമ്പോൾ തിരിച്ചു ചുറ്റുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്തൊരു ഭ്രാന്തൻ പരിപാടിയാണ്. ഭ്രാന്തൻ പരിപാടി ഇത് നേരെയാക്കാനായിട്ടാണ് ഈ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. നേരെ തിരിച്ചു ചുറ്റുക. ഇങ്ങനെ
ഒരു കൗണ്ടർ കോയിലിംഗ് ഇന്ത്യയിൽ ആവശ്യമാണെന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ഇന്ത്യക്കാരൻ നേരെയാകുള്ളൂ. അപ്പോൾ രാഷ്ട്രഭ്രാന്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിടിപ്പിക്കുന്നതിൻ്റെ മൂർധന്യത്തിലെത്തി കഴിയുമ്പോൾ അത് നേരെയാകും. അല്ല, ഇത് അമേരിക്ക ഇത് പറഞ്ഞത് നമ്മൾ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നില്ല എന്നുള്ള മീനിങ്ങിൽ അത് അവരുടെ ഒരു പ്രശ്നമാണ് അമേരിക്കയ്ക്ക്. നമ്മൾ അഭയാർത്ഥികളെ സ്വീകരിച്ച് നമ്മൾ കുഴപ്പത്തിലാകുക എന്നുള്ളതാണ് ചേട്ടൻ്റെ ആവശ്യം. ചേട്ടൻ കുഴപ്പത്തിലായിരിക്കുകയാണ് ഓൾറെഡി. ചേട്ടൻ അവിടെ അത് നിയന്ത്രണം വിട്ടുപോയി. ഇപ്പം ആ പിള്ളേരൊക്കെ എന്ത് ചെയ്യും? യൂണിവേഴ്സിറ്റി പിള്ളേരെ വെടിവെച്ച് കൊല്ലുക. സോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ നൗ. ബട്ട് സ്റ്റിൽ ഹീ ഈസ് പ്രീച്ചിങ് നമ്മൾ സെനഫോബിക്കാണ്, നമ്മൾ ഇമിഗ്രൻസിനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആദ്യം അദ്ദേഹം പോളണ്ടിന് മറുപടി കൊടുക്കട്ടെ. പോളണ്ട് പച്ച പ്ലെയിനായിട്ട് യുണൈറ്റഡ് നേഷൻസിൽ പറഞ്ഞു, ഞങ്ങൾ ഒരൊറ്റ അഭയാർത്ഥിയെ ഞങ്ങളുടെ നാട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. നൗ പോളണ്ട് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. ഒരാളെ അവർ കയറ്റിയില്ല. ഇവർ പ്രസംഗം തുടങ്ങി, അമേരിക്ക അടക്കം. ഈ അഭയാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതിയില്ലാത്തവനെന്ന് വിചാരിക്കല്ലേ, അവരൊക്കെ വലിയ സയൻറ്റിസ്റ്റും എഞ്ചിനീയറുമാണ്. പോളണ്ട് പറഞ്ഞു, നമസ്കാരം, ഞങ്ങൾക്ക് സയൻറ്റിസ്റ്റും എഞ്ചിനീയറും വേണ്ട, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങളുടെ ആൾക്കാർ തന്നെയുണ്ട്, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുകയാണ്, ഒരു ഇമിഗ്രേഷനും ഞങ്ങൾ അനുവദിക്കില്ല. പോളണ്ട് അവരുടെ ഗേറ്റ് ക്ലോസ് ചെയ്തു. നോബഡി ക്യാൻ എൻ്റർ പോളണ്ട് ആൻഡ് ദേ ആർ പീസ്ഫുൾ നൗ. ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഇമിഗ്രേഷൻ. And this fool Joe Biden preaches that, oh, you are not allowing immigrants. We will not allow. Why should we allow? ഈ ഇമിഗ്രൻസ് എന്ന് പറയുന്നത് ആരാ? ഏതെങ്കിലും രാജ്യത്ത് നിന്ന് തല്ലിപ്പൊളിത്തരം കാണിച്ചിട്ട് അവർ ഓടിക്കുന്നു. അവിടെ കലാപം നടക്കുന്നു, നീ ഓടി മറ്റു രാജ്യത്തേക്ക് പോവുക. ഇന്ത്യയിൽ എത്ര കലാപങ്ങൾ നടന്നു ഞാൻ പറയട്ടെ. ഈ അടുത്ത കാലത്ത് എല്ലാവരും കൊട്ടിക്കൊഴിച്ചതായിരുന്നല്ലോ ഗുജറാത്ത് കലാപം. ഈ ഗുജറാത്ത് കലാപത്തിൽ ഗുജറാത്തിൽ നിന്നെങ്കിലും ഓടിപ്പോയ എത്ര പേരുണ്ട്? ആരുമില്ല. പാകിസ്ഥാനിൽ പോയി ചോദിക്കുക വേണ്ട, പാകിസ്ഥാൻ അങ്ങോട്ട് ചെന്ന് കയറ്റിയിട്ട് വേണ്ടേ? ഇവർ വളരെ ബുദ്ധിമുട്ടി ഒരു കുൽബുദ്ദീനെ ഉണ്ടാക്കിയെടുത്തില്ല. തൊഴിൽ നിന്ന് ഒരാൾക്കാരനുണ്ട്, അയാളെ കൊണ്ടുപോയിട്ട് ബംഗാളിൽ താമസിപ്പിച്ചു. ഞങ്ങൾ താമസിപ്പിച്ചോളാം. 2 മാസം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ച് ഗുജറാത്തിൽ വന്നു. അയാൾ പറഞ്ഞു, ആദ്യത്തെ ദിവസം എന്നെ മാലയൊക്കെ ഇട്ട് ഈ പുതിയാപ്പിളയെ കൊണ്ട് നടക്കില്ല, പെട്രോമാക്സ് ജാഥ അങ്ങനെ എഴുന്നള്ളിച്ചോളെ കാണുന്നു. പിന്നെ എനിക്കൊരു ഉപജീവനം എന്താ? ആരുമില്ല. അവർ പോയി, ഒരു നേതാവും തിരിഞ്ഞു നോക്കാനില്ല, ആരുമില്ല. അവസാനം അയാൾ അവിടെ നിന്ന് കളവണ്ടി കയറി തിരിച്ച് ഗുജറാത്തിൽ വന്നു. അയാൾ പറഞ്ഞു, എന്ത് വാങ്ങിക്കോട്ടെ, ഇവിടെ എനിക്ക് കഞ്ഞി കുടിച്ച് കിടക്കാം, പിന്നെ താൻ ഫോട്ടോ എടുത്തോ. അതിപ്പോൾ ഫോട്ടോഗ്രാഫർ വന്ന് ഒന്ന് തൊഴുത് നിൽക്കുക കേട്ടാന്ന് പറഞ്ഞ് ഞാനൊരു ഫോട്ടോ എടുത്തു. സംഭവം ആ പടം ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നുമില്ല, ആരും ഉപയോഗിക്കില്ല. കാരണം യു സി അയാളെ കൊല്ലാൻ വരുന്നവരോട് തൊഴുതപേക്ഷിക്കുന്നു, കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഫോട്ടോ വന്നിരിക്കുന്നത് നേരെ മുമ്പിൽ നിന്ന് എടുത്ത പോലെയാണ്. അതന്ന് തന്നെ ആ ഫോട്ടോ സെൻസേഷനായിട്ട് ഹിന്ദുവിൽ അടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഞാൻ ഹിന്ദു ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, ഇതെന്താണ്? അവർ പറഞ്ഞു, അതൊക്കെ വടക്കുന്ന് വന്നതാണ്, ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു, ദിസ് ഈസ് എ മിസ്ചീഫ്. ഈ ഫോട്ടോ നേരെ മുമ്പിൽ നിന്നാണ് എടുത്തത്. കൊല്ലാൻ വരുന്ന ആളിനെ തൊഴുതു നിൽക്കുന്ന ആൾ. ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ ഈ 2 പേരുടെ ഇടയ്ക്കായിരിക്കണം. അപ്പോൾ ഫോട്ടോഗ്രാഫർ എന്ത് ചെയ്യണം? കൊല്ലാൻ വരുന്ന ആളിനോട്, കൊല്ലല്ലേ, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് കൊന്നോ എന്ന് പറഞ്ഞു. വാട്ട് എ ഫുള്ളിഷ് തിങ്. ബട്ട് അതിങ്ങനെ ആഘോഷിച്ചു. എനിവേ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാൻ പറയുന്നത് ഗുജറാത്തിൽ നിന്ന് പോലും ആരും ഓടിയിട്ടില്ല. ഇന്ത്യയിൽ കലാപം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കാരൻ പുറത്തൊന്നും പോകില്ല. നമ്മൾ കലാപം അമർച്ച ചെയ്യും, ഓക്കെ, അതിനകത്ത് പലവിധ പ്രശ്നങ്ങൾ മരണങ്ങളൊക്കെ നടക്കും. ബട്ട് നമ്മളാരും ഇറങ്ങി ഓടാറില്ല. പക്ഷേ ബാക്കിയുള്ള ചില സ്ഥലത്ത് കലാപം ഉണ്ടായെന്ന് കിട്ടുകയും ഉടനെ കെട്ടും കിടക്കി എടുത്ത് പാടി നമുക്ക് ഇന്ത്യയിലേക്ക് പോകാം. റോഹിംഗ്യ ഉടനെ ഇന്ത്യയിലേക്ക് പോരുക. ഇന്ത്യയുടെ കിഴക്ക് വശത്തല്ലേ മ്യാൻമറിൻ്റെ പടിഞ്ഞാറേ തീരമാണ് ഈ റോഹിംഗ്യ. വാസ്തവത്തിൽ അവർ മ്യാൻമർ മുസ്ലിങ്ങളാണ്. റോഹിംഗ്യ മുസ്ലിം എന്ന് പേര് കൊടുക്കുന്നത് വേറൊരു മിസ്ചീഫാണ്. ഇവർ ഓടി ഭാരതത്തിൽ വന്ന് ഇവരെ കണ്ടത് എവിടെയാണ്? ജമ്മുവിൽ. ഇവർ ഒറീസയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം, ബംഗാളിൽ കണ്ടാൽ മനസ്സിലാക്കാം, പോട്ടെ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കണ്ടാൽ മനസ്സിലാക്കാം. കിഴക്കൻ തീരത്ത് വന്നിറങ്ങി കടൽ വഴി വന്നിട്ട്. ഈ ജമ്മുവിൽ എങ്ങനെയാവും വന്നത്? രാജസ്ഥാനിൽ, മേവാഡിൽ, കർണാടകയിൽ, കേരളത്തിൽ 2018 കണക്ക് ഞാൻ പറയുകയാണ്, 14,000 റോഹിംഗ്യ മുസ്ലിംസ് വിത്ത് ആധാർ കാർഡ് എവറിത്തിങ്. അവർ താമസിക്കുന്നത് ജമ്മു, മേവാഡ്, കർണാടക, കേരള. പിണറായി വിജയൻ്റെ വോട്ട് ബാങ്കാണ്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇഫ് 3rd time
പിണറായി ഇവിടെ ജയിക്കുകയാണെങ്കിൽ സെക്കൻഡ് ടൈം തന്നെ ഇവരുടെ കോൺട്രിബ്യൂഷനുണ്ട്. അതിഥി തൊഴിലാളി, അന്യസംസ്ഥാനത്ത് അന്യനല്ല, അതിഥി, അതിഥി ദേവോ ഭവ എന്ന് കേട്ടിട്ടില്ല. അതുവരെ സംസ്കൃതം നാക്കുകൊണ്ട് ഉച്ചരിക്കാത്തവൻ നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഈ സംസ്കൃത ശ്ലോകമൊക്കെ പറഞ്ഞ് അതിഥി തൊഴിലാളി. ഇവരുടെ വോട്ട് കൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാമത് വന്നത്. ചെറിയൊരു ശതമാനം. മൂന്നാമത് വരികയാണെങ്കിൽ നല്ല സബ്സ്റ്റാൻഷ്യൽ പെർസെൻറ്റേജ് ഇവരുടെ വോട്ടുണ്ടാകും. ഇവർക്ക് വോട്ടവകാശമുണ്ട്, റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്. വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ആവും. ഇപ്പോൾ പോലീസ് പിടിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നു. ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇമിഗ്രൻസ് എന്ന് പറയുന്ന സാധനം ഇല്ല, ഇവരൊക്കെ നുഴഞ്ഞുകയറ്റക്കാരാണ്. ജോ ബൈഡൻ അയാളുടെ പാട് നോക്കട്ടെ. പക്ഷേ റഷ്യ ഇപ്പോൾ പറഞ്ഞത് നമ്മളോടുള്ള വലിയ സ്നേഹം കൊണ്ടോ റഷ്യ ഇങ്ങനെ നമ്മളെ ചാരി അമേരിക്കയെ അടിക്കുക, ഇതാണ്. ജപ്പാൻ മിണ്ടാതിരിക്കുന്നുണ്ടോ? ജപ്പാനെ അയാൾ ബ്രാക്കറ്റ് ചെയ്തിരുന്നു, സെനഫോബിക് എന്ന് പറയുന്നത്. ജപ്പാൻ്റെ ഇടയിൽ കയറി ഞാൻ സെനഫോബിക്കാണെന്ന് നിനക്ക് നടക്കും. റഷ്യ പറഞ്ഞതിനകത്ത് മറ്റ് രണ്ട് കാര്യങ്ങളൂടെ എൻ്റെ ശ്രദ്ധപ്പെട്ടു. ഒന്ന്, ഇന്ത്യയിലെ ഇലക്ഷൻ്റെ സമയത്ത് പറയുന്നു ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നു. ഇന്ത്യൻ ജനങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് അമേരിക്ക മനസ്സിലാക്കാതെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു. അല്ല, അതൊക്കെ ഒരു പ്രോ മോദിയായിട്ട് വരില്ലേ? റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ഇന്ത്യയെ സുഖിപ്പിച്ച് നിർത്തേണ്ട ആവശ്യം ഇപ്പോഴുണ്ട്. ബട്ട് അതൊരു പെർമനൻറ്റ് സപ്പോർട്ടാണെന്ന് വിചാരിക്കരുത്. റഷ്യ ഈസ് ഫുള്ളി അണ്ടർ ദ കൺട്രോൾ ഓഫ് ചൈന. ഇപ്പോൾ ചൈന ഒരുപക്ഷെ പറഞ്ഞു കാണും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടോടാ എന്ന് പറഞ്ഞു കാണും. അതല്ലാതെ റഷ്യ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. റഷ്യ ഈ കാര്യം ഇതൊക്കെ പുടിൻ വലിയ ആളൊക്കെയാണ്, ബട്ട് ദേ ആർ ബീയിങ് കൺട്രോൾ ബൈ ചൈന. ഉക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷം സാമ്പത്തികമായിട്ട് തകർന്നു തുടങ്ങിയ റഷ്യയെ പിടിച്ചു നിർത്തിയ ചൈനയാണ്. യുനോ, റഷ്യയിലെ ATM ഫങ്ഷൻ ചെയ്യാതെയായി. മറ്റവർ കട്ട് ചെയ്തു ഇൻ്റർനെറ്റ് വഴിക്ക്. യു ക്യാൻ ഡു ഈ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഭയങ്കരമാണ് അമേരിക്കയുടെ. വെറും സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങളുടെ മൊബൈൽ നിശ്ചലമാക്കാൻ അറിയാം. ഞാനിപ്പോൾ ഐ വിൽ ബി ഡൂയിങ് എ പ്രോഗ്രാം ഓൺ ദാറ്റ്, ഈ മൊബൈൽ സേഫ്റ്റി എന്നൊക്കെ നമ്മൾ പറയും. ഒറ്റ ദിവസം ഇതെല്ലാം അമേരിക്കൻ കമ്പനിയാണല്ലോ. വാട്സാപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇതൊക്കെ അമേരിക്കൻ കമ്പനീസാണ്. വാട്ട് ഇഫ് ദ സ്വിച്ച് ഓഫ് ഇറ്റ് വൺ ഡേ? വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി ഹാവോക്ക് ഇൻ യുവർ കൺട്രി. ഇതവർ റഷ്യയോട് ചെയ്തു. റഷ്യൻ ATMs നിശ്ചലമായി. ചൈനയാണ് അവരെ സഹായിച്ചത്. ബിക്കോസ് ചൈന ബാക്കപ്പ് കാർഡുകൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇമ്മീഡിയറ്റ് അവർ അവരുടെ സിസ്റ്റം ഓൺ ചെയ്തിട്ട് ദർ വാസ് എ ഡിസ്റപ്ഷൻ ഫോർ 6 to 8 hours. ബട്ട് ആഫ്റ്റർവേർഡ്സ് ചൈന അത് നോർമലൈസ് ചെയ്ത് കൊടുത്തു, കാർഡും കൊടുത്തു, ഓപ്പറേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയാണ് റഷ്യ പിടിച്ചു നിൽക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ ജോബ് ടു സ്റ്റാൻഡ് അപ്പ് ടു അമേരിക്ക ആൻഡ് സേ നമുക്ക് പറയുമ്പോൾ എളുപ്പം കഴിയും ജോ ബൈഡനോട് പോകാൻ പറയണം. ജോ ബൈഡനോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോൺസിക്വൻസസ് ഉണ്ടാകും. അവർക്ക് നമ്മളെ ഏത് രീതിയിലും ഉപദ്രവിക്കാൻ സാധിക്കും. ആ സ്റ്റാറ്റസിലേക്ക് ചൈന വന്നിട്ടുണ്ട്. ചൈന ഒരു 2 വർഷം മുമ്പ് നമ്മളുടെ മുംബൈ സിറ്റിയുടെ പവർ സപ്ലൈ ഓഫ് ചെയ്തു. കംപ്ലീറ്റ് മുംബൈ സിറ്റി വെൻറ്റ് അണ്ടർ ഡാർക്ക് ഫോർ ഹാഫ് ആൻ അവർ. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വരികയും ചെയ്തു. ഇവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് സമ്മൺ പ്ലേഡ് വിത്ത് ദ സോഫ്റ്റ്വെയർ. ആ മുംബൈ ഇലക്ട്രിസിറ്റിയുടെ സോഫ്റ്റ്വെയറിൽ കയറി കളിക്കാൻ, റിമോട്ടിൽ നിന്ന് കളിക്കണമെങ്കിൽ അത് മിക്കവാറും ചൈനയായിരിക്കണം. ആ ചൈനയുടെ സാറ്റലൈറ്റ് ആ സമയത്ത് മുകളിൽ കൂടെ പോകുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മുംബൈ എന്ന് അറിയണമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തിന് ആ സാറ്റലൈറ്റ് അതിൽ പോയി? ജനറലി പോകുന്ന റൂട്ട് മാറ്റിയിട്ട് മുംബൈയുടെ മുകളിൽ കൂടെ പോയി. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സാഹചര്യത്തിൽ വെച്ചിട്ട് ദേ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഇറ്റ് വാസ് ചൈനാസ് വാണിംഗ്. നമുക്കൊരു വാണിംഗ് തരികയായിരുന്നു, നിൻ്റെ കറണ്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യും കിഴങ്ങ, ഞാൻ വിചാരിച്ചാൽ ഐ ക്യാൻ മേക്ക് ഇന്ത്യ സ്റ്റാൻഡ് സ്റ്റിൽ. ദിസ് വാസ് ദ വാണിംഗ് സിഗ്നൽ. അപ്പോൾ ഇങ്ങനെ അമേരിക്ക ചൈനയൊക്കെ സോഫ്റ്റ്വെയർ രംഗത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ വാചകമടിയൊക്കെ നിൽക്കട്ടെ, ഗ്രൗണ്ട് ലെവലിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇപ്പോൾ ജോ ബൈഡനോട് ഇപ്പോൾ ഈ ഞാനും സുനിലും ഒക്കെ പറയുന്ന പോലെ പോകാൻ പറയാനോട് എന്ന് പറയാൻ ഡോക്ടർ ജയശങ്കറിനും പറ്റില്ല. ഡോക്ടർ ജയശങ്കർ അങ്ങനെ പറയുന്ന നേച്ചറാണ്, അതുകൊണ്ട് അങ്ങനെ പറയണം എന്നൊക്കെ പലരും പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഹാസ് നോട്ട് ഒഫീഷ്യലി റിയാക്റ്റഡ് ടു വാട്ട് ജോ ബൈഡൻ സെഡ്. ഇന്ത്യ മേ പ്രോബബ്ലി ഒരു കോൾഡ് ഷോൾഡർ റഷ്യയോടും കാണിക്കും. റഷ്യ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തു, കൊള്ളാം ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തുള്ളിച്ചാട്ടം ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഇന്ത്യക്ക് ഇപ്പോൾ ഇവൻ കയറി എൻ്റെ സൈഡ് വയ്ക്കാൻ കാര്യം എന്നൊരു സംശയമേ തോന്നുള്ളൂ. അതിന് മുമ്പ് തന്നെ ഇത് ചിലപ്പോൾ ഇൻഡയറക്റ്റ്ലി അറിയിച്ചും കാണും.
ഞങ്ങളിങ്ങനെ തട്ടിവിടാൻ പോകുന്നുണ്ട്, എന്താവും നിങ്ങൾ തട്ടിയൊക്കെ വിട്ടത്, നമ്മളതിൽ കയറി കടിക്കില്ല. നിങ്ങൾ കടിക്കണ്ട, നമ്മളൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്യും. ദിസ് ഈസ് ഹൗ ഡിപ്ലോമസി വർക്ക്സ്. ഈ ഓവർ ദ ടേബിൾ നടക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ഡിപ്ലോമാറ്റിക് റിലേഷൻസാണ് ബിഹൈൻഡ് ദ കർട്ടൻ. രഹസ്യമായിട്ടും പേഴ്സണലായിട്ടും ചാരന്മാർ വഴിക്കും ദൂതന്മാർ വഴിക്കും എല്ലാം നടക്കുന്ന പ്രവർത്തനം. അപ്പം അതിൻ്റെ ഒരു പാർട്ടായിട്ട് വേണം ഇതിനെ കാണാൻ. തീർത്തും നിഷ്കളങ്കമായ ഇന്ത്യക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു സാഹചര്യം, പൊളിറ്റിക്കൽ സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലത്തെ കാര്യങ്ങൾ എലൈറ്റ് ക്ലാസ്സിൽ ആരെങ്കിലുമൊക്കെ സ്വാധീനിക്കും എന്നുള്ളതല്ലാതെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ US ഏജൻസികളിൽ സോറസ് അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ ഇലക്ഷനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള അലിഗേഷൻ വ്യാപകമായിട്ടുണ്ട്, നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ലോകത്തിലെ ഒരു വലിയ ശക്തി ഇത്തരം കാര്യങ്ങൾ പോലും പറഞ്ഞ് ഇടപെടുന്നത് നമുക്ക് രാഷ്ട്രീയമായി ഒരു മുൻകൈ നൽകില്ലേ? അത് നൽകും. ബട്ട് ദാറ്റ് വിൽ ബി ഇൻ ദ ഇൻ്റർനാഷണൽ അറേന. നാഷണൽ ലെവലിൽ ഈ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റഷ്യ എന്ത് പറഞ്ഞു, അമേരിക്ക എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും അവരുടെ ഒരു കൺസേൺ അല്ല, അവരറിയുന്ന പോലുമില്ല. അറിയുന്നില്ല. അതൊരു ഗൗരവമായ തെരഞ്ഞെടുപ്പ് വിഷയമല്ല. ഐ ഡോണ്ട് തിങ്ക് സോ. അതിനേക്കാൾ കത്തുന്ന വിഷയങ്ങൾ ഇവിടെ ഉള്ളിലുണ്ട്. അതായത് നമ്മൾ ചോദിക്കാത്ത സമയത്ത് കിട്ടുന്ന ഒരു പിന്തുണ എന്തെങ്കിലും ലക്ഷ്യത്തോടെ ആയിരിക്കും. ചോദിക്കാത്തതാണെന്ന് എങ്ങനെ അറിയാം? അതാണ് ഞാൻ ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറഞ്ഞത്. ഏതായാലും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടേണ്ടവരൊക്കെ. കാരണം ഇപ്പം നമ്മൾ റഷ്യയോട് പറയാണ്, ചേട്ടാ ഈ ജോ ബൈഡൻ്റെ വർത്തമാനം ചേട്ടൻ കേട്ടോ? കേട്ടു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ടോ? താനൊരു കാര്യം ചെയ്യും, താൻ മിണ്ടണ്ട, തനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം പോരെ. ചേട്ടൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇല്ലടോ, ഞാൻ ഏറ്റു. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയും വരാം. നമ്മൾ കാണുന്നൊന്നുമല്ല ലോക. എന്നിട്ട് നമ്മളൊരു മുൻകൂർ ജാമ്യം അമേരിക്കയുടെ അടുത്തെടുക്കും. അപ്പോഴേ ഞാൻ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും മോശമാണ്. അതുകൊണ്ട് ഞാൻ വേറൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അയാളൊന്നും ചീത്ത പറയും. പറയട്ടെ, ഞങ്ങളെ ഇപ്പോൾ എത്രയോ പേര് ചീത്ത പറയുന്നു. അപ്പോഴേ അവർക്ക് മനസ്സിലായത് റഷ്യയെ കൊണ്ടാണ് പറയിപ്പിക്കാൻ പോകുന്നത്. ഇതൊക്കെ അറേഞ്ച് ഡ്രാമ. ഇതൊക്കെയാണ് ഡിപ്ലോമസിയുടെ പിന്നിലെ നമ്മളറിയാത്ത കഥകൾ. അങ്ങനെയാണ്. ഇതിൻ്റെയൊക്കെ ഉസ്താദാണ് അജിത് ഡോവൽ. അദ്ദേഹത്തിൻ്റെ സംസർഗത്തിൽ കുറച്ച് വരാൻ കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ നാടകങ്ങൾ കുറേയൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങ് പോകും. ഇപ്പോൾ ആറ്റം ബോംബ് പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.